إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടെ ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൗഹീദിന്റെ പ്രബോധകനായി, ആളുകൾക്കുള്ള അധ്യാപകനായി മക്കത്ത് നിയോഗിച്ചു. ആദ്യത്തെ 1-2 വർഷം അല്ലെങ്കിൽ 2-3 വർഷം തൗഹീദിന്റെ പ്രബോധനം രഹസ്യമാണ്. പരസ്യമായി ഉറക്കെ ആളുകളുടെ മുന്നിൽ പ്രസംഗിച്ചിട്ടല്ല, വ്യക്തികളെ ചെന്ന് കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരെ ധീരമായി അടുപ്പിക്കുന്ന രീതിയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ താരീഖ് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോഴും ആ ഒരു രീതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവോട്, അല്ലാഹുവേ, അഅലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറാ, ഞാൻ അവരെ രഹസ്യമായും വിളിച്ചു, വ്യക്തികളെ ചെന്ന് കണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു, പരസ്യ പ്രബോധനവും ഞാൻ ചെയ്തു. പക്ഷെ ആളുകൾ എന്നെ കേട്ടില്ല, അംഗീകരിച്ചില്ല, അനുസരിച്ചില്ല. അപ്പൊ ദീനുൽ ഇസ്ലാമിന്റെ തുടക്കം യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. ബദഅൽ ഇസ്ലാമു ഗരീബൻ, ആർക്കും പരിചയമില്ലാത്ത തരത്തിലുള്ള ആരംഭമാണ്. ആളുകൾ അത്ഭുതത്തോടെ നോക്കിക്കാണും, ഏതാണ് ഈ ദീൻ, എന്താ ഇവരുടെ ആദർശം, ആശയം, ഇവരെന്താ ജനങ്ങളോട് പറയുന്നത്, ഇവര് ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, ഇവർക്ക് എന്താ കിട്ടാനുള്ളത്. ഇതുവരെ പരിചയമില്ലാത്തൊരു സംഗതിയാണല്ലോ ഗരീബൻ. ഒരു നാട്ടില് ഇന്ന് വരെ ആരും കാണാത്ത പുതിയ ഒരു അപരിചിതൻ കടന്നു വരുമ്പം ആളുകൾ എങ്ങനെയാണോ ശ്രദ്ധിക്കുക, അങ്ങനെയായിരിക്കും ദീനിനെ തുടക്കത്തിൽ ആളുകൾ കാണുക. പിന്നെ അത് വളരും, പടർന്നു പന്തരിക്കും. അവസാനം ദീനുൽ ഇസ്ലാം വന്നതുപോലെ ആർക്കും പരിചയമില്ലാത്ത തരത്തിൽ അത് മടങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ ആരും അതിന്റെ പങ്കാളികളാവരുത്. അവസാന കാലഘട്ടമാകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതേതാണ് ഈ ദീൻ, ഇതേതാ ഈ ആൾക്കാർ, ഇവര് പറയുന്ന ആശയം, ആദർശം എന്താണ്? ആ കാലഘട്ടം സംജാതമായിരിക്കുന്നു. ഇന്ന് ദീനിനെ മുറുകെ പിടിക്കുന്ന ആളുകൾ ഗരീബാണ്, അപരിചിതനാണ്, ആളുകൾക്കൊരു അത്ഭുത ജീവിയാണ്.
21-ാം നൂറ്റാണ്ടിലും നിങ്ങൾ ഈ ദീൻ പറഞ്ഞിട്ടാണോ ജീവിക്കുന്നത് എന്നായിരിക്കും ആളുകൾ ചോദിക്കുക. ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളായി. ഖദീജയെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ റളിയല്ലാഹു അൻഹുമ. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തത്, എന്റെ പ്രിയപ്പെട്ട മടക്കേരിക്കാരെ, നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച മിമ്പറിന്റെ താഴ്ഭാഗത്ത് മുസ്ലിമായി ജുമുഅന്റെ ഖുതുബ കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരു സെലക്ഷനാണ്. കോടാനുകോടി വരുന്ന മനുഷ്യർക്കിടയിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നീ എന്റെ ദീനിനു വേണ്ടി വേണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. നമ്മളതിനെ വിലയില്ലാത്തവരായി കാണരുത്. അള്ളാഹു ഇങ്ങോട്ട് തന്ന ഈ ഔദാര്യത്തെ തള്ളിക്കളയുന്ന സ്വഭാവം, രീതികൾ, വർത്തമാനം, പ്രവൃത്തികൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാ. എന്താ സംഭവിക്കാന്നറിയോ? ഇത്രയും വിലപിടിപ്പുള്ള സാധനം അവൻ ആവശ്യപ്പെടാതെ അവന്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് അതിനെ അവൻ പരിഗണിക്കുന്നില്ല എന്ന് കണ്ടാൽ ചിലപ്പം അള്ളാഹു എങ്ങാനും ആ ഔദാര്യം തിരിച്ചെടുത്താൽ ലോകത്തൊരാൾക്കും തരാൻ പറ്റൂല. പിന്നെ ലോകത്തുള്ള ഒരാൾക്കും നമ്മുടെ നെഞ്ചു മുറിച്ച് ഹൃദയത്തിൽ ഒഴിച്ചേരാൻ പറ്റൂല. അത്ര വലിയ വിലപിടിപ്പുള്ള സെലക്ഷനാണ് ഇസ്ലാമിലേക്ക് നമുക്ക് കിട്ടിയത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താരിഖ് പിറകെ വരും, അബൂ താലിബ് എന്ന പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ ദുനിയാവിലെ മനുഷ്യന് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ട് അള്ളാഹു പറഞ്ഞ വാക്കെന്താ അറിയോ? ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾ എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മൂത്താപ്പ അബൂ താലിബ്. നിങ്ങളെ ഇഷ്ടം പരിഗണിച്ച് ഞാൻ മൂപ്പരെ ഹിദായത്തിൽ ആക്കൂല. ഞാൻ നിങ്ങളെ സ്നേഹമല്ല അവിടെ പരിഗണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യമാണ്, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള കൊതിയാണ് മൂത്താപ്പന്റെ ഹിദായത്ത്. നബിയെ, ഞാൻ കൊടുക്കൂല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പക്ഷെ അള്ളാഹു ആർക്കാ കൊടുക്കാന്നറിയോ? അവന്റെ അടിമകൾക്കിടയിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക്, ആ കൂട്ടരായിരിക്കുന്നു. അള്ളാഹു ഇസ്തിഖാമത്ത് നസീബാക്കി തരട്ടെ. ആ സെലക്ഷൻ പിന്നെ കിട്ടിയത് സയ്യിദ് ബിൻ ഹാരിസക്കാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിളിപ്പേരെന്താ അറിയോ? ഹിബ്ബു റസൂലില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. സഹാബാക്കളിൽ പലരും അവർക്ക് എന്തെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ആവശ്യം നേടാനുണ്ടെങ്കിൽ അവരയക്കുന്നത് സയ്യിദിനെയാണ്. അതല്ലെങ്കിൽ ആ സയ്യിദിന്റെ മകൻ ഉസാമയെ, അദ്ദേഹത്തെ വിളിക്കപ്പെട്ട പേര് ഹിബ്ബി റസൂലില്ലാഹ്. അള്ളാന്റെ ഇഷ്ടഭാജനത്തിന്റെ സ്നേഹിതന്റെ മകനായ സ്നേഹിതനായ ഉസാമ. അത്ര ഇഷ്ടായിരുന്നു. ഒരു ദിവസം മദീനത്തെ പള്ളിക്ക് വെളിയിൽ ഭയങ്കരമായ ഒരു ചർച്ച. ആൾക്കാരുടെ ഒച്ചപ്പാട്, ബഹളം, സംസാരം ഇതൊക്കെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ അടുത്ത് പറഞ്ഞു, പുറത്തെന്താ വലിയൊരു ബഹളം? ആരാ ഈ ഉറക്ക വർത്താനം പറയുന്നത്? ഒരാളെ വിട്ട് നോക്കിപ്പിച്ചു. നോക്കുമ്പം സയ്യിദുണ്ട്, ഉസാമയുണ്ട്, അലിയുണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ മൂന്ന് പേരും കൂടിയുള്ള ചർച്ച എന്താ അറിയോ? ഒരാള് പറയുന്നു, നബിക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. വലിയ ഭാഗ്യവാന്മാര്, ദുനിയാവിൽ വലിയ സെലക്ഷൻ കിട്ടിയ ആൾക്കാർ. അപ്പൊ സയ്യിദ് പറഞ്ഞു, അല്ല എന്നോടായി ഇഷ്ടം. അലി പറഞ്ഞു, അല്ല എന്നോടായി ഇഷ്ടം. ആ തർക്കത്തിലാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളെ എന്റെ അടുത്തേക്ക് വിളിക്ക്. മൂന്നാളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കിഷ്ടം സയ്യിദിനോടാണ്, എനിക്കിഷ്ടം സയ്യിദിനോടാണ്. അലിയെ, നീ എന്റെ കുടുംബക്കാരനാണ്. അലിയെ, നീ എന്റെ അഹ്ലുബൈത്തിൽപ്പെട്ട ആളാണ്. സയ്യിദ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. അങ്ങനെ സ്നേഹിച്ചു. അതിനൊരു കാരണമുണ്ട്. സയ്യിദ് റളിയല്ലാഹു അൻഹു മക്കക്കാരനല്ല, മക്കയിലെ വലിയ തറവാടിയല്ല, മക്കയിലെ വലിയ കുടുംബത്തിൽപ്പെട്ട ആളല്ല, അടിമയായിരുന്നു. സയ്യിദിനെയും സയ്യിദിന്റെ ഉമ്മാനെയും, സയ്യിദിന്റെ ഉമ്മ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. പല സ്ഥലത്തേക്കും യാത്രയും കൂടെ മോൻ സയ്യിദിനെയും കൂട്ടും. ഒരു യാത്രക്കിടയിൽ വഴിക്ക് കൊള്ളക്കാര് ഇവരുടെ സംഘത്തെ കൊള്ളയടിച്ചു. ആ കൂട്ടത്തിൽ സയ്യിദിനെയും പിടിച്ചോണ്ടേ അടിമപ്പാളയത്തിൽ അടിമയായി സയ്യിദിനെ വിറ്റു. ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു ബന്ധുവ സയ്യിദിനെ വാങ്ങി ഖദീജ ബീവിക്ക് ഹദിയയായി കൊടുത്തു. കല്യാണം കഴിഞ്ഞപ്പം ഭാര്യ ഭർത്താവിന് സമ്മാനമായി കൊടുത്തു സയ്യിദിനെ. അന്ന് തൊട്ട് ആ വീട്ടിലാണ് സയ്യിദ് ബിൻ ഹാരിസയുടെ ജീവിതം. ചില ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു തൗഫീഖാണത്.
ദുനിയാവിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലും മടിയിലും വളരുക എന്ന മഹാഭാഗ്യം. പക്ഷെ നാട്ടിൽ സെയ്ദിന്റെ ഉപ്പയും ഉമ്മയും വലിയ സങ്കടത്തിലാണ്, വലിയ ദുഃഖത്തിലാണ്. സെയ്ദിന്റെ ഉമ്മ ദുഃഖഭാരത്താൽ ഈത്തപ്പഴ തോട്ടത്തിനിടയിലൂടെ സെയ്ദിനെ പരതി കവിതകൾ ആലപിച്ചുകൊണ്ട് നടക്കാറുണ്ടായിരുന്നു. താരീഖിന്റെ കിതാബിൽ കാണാം. ഏതോ കച്ചവടക്കാര് വന്നപ്പോ വിവരം കിട്ടി സെയ്ദ് മക്കത്തുണ്ട്. സെയ്ദിന്റെ ബാപ്പയും എളയപ്പയും സെയ്ദിനെയും അന്വേഷിച്ച് മക്കത്തെത്തി റളിയല്ലാഹു അൻഹു. അന്വേഷണത്തിൽ മനസ്സിലായി അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടി മുഹമ്മദിന്റെ അടുക്കലാണ് സെയ്ദ് ഉള്ളത്. വീട്ടിൽ വന്ന് വാതിൽ മുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിൽ തുറന്നു. നമ്മൾ ഇന്ന ആൾക്കാരാണ്, സെയ്ദിനെ അന്വേഷിച്ച് വന്നതാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിരിച്ചു തരാം, മോനൊന്ന് തിരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നും ആവശ്യമില്ല, മോനെ വിളിച്ചോളിൻ, വരുന്നെങ്കിൽ കൂടെ കൂട്ടിയിട്ട് പോയിക്കോളിൻ. സെയ്ദിനെ വിളിപ്പിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തഅരിഫു ഹൗലാ, നിനക്ക് ഈ വന്ന ആൾക്കാരെ അറിയോ? ഫഖാല സെയ്ദുൻ നഅം, എനിക്കറിയാം. ഹാദാ അബി വഹാദാ അമ്മി, ഇതെന്റെ ഉപ്പയാണ്, ഇതെന്റെ അളാപ്പയാണ്, രണ്ടാളെയും എനിക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന മൻ ഖദ് അലിംത്, സെയ്ദേ നിനക്ക് എന്നെ അറിയാലോ. വഖദ് റഅയ്ത സുഹ്ബതി ലക്, ഞാൻ നിന്നെ എങ്ങനെയാണ് ഈ വീട്ടിൽ പോറ്റുന്നത് എന്ന് ഇത്രയും കൊല്ലം കൊണ്ട് നീ മനസ്സിലാക്കിയതല്ലേ. ഫഖ്തർനി, വേണമെങ്കിൽ എന്നെ തെരഞ്ഞെടുക്കാം. അവിഖ്തർഹുമാ, അല്ലെങ്കിൽ ഉപ്പാന്റെയും മളാപ്പന്റെയും കൂടെ നിനക്ക് തിരിച്ചു പോകാം. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് മറുത്തൊന്നും ആലോചിച്ചില്ല. നബിയെ ഞാനൊന്ന് ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, ഇസ്തിഖാറ ചെയ്യട്ടെ, നിങ്ങളടുത്ത് നിൽക്കലാണോ നല്ലത്, അല്ലാതെ ഉപ്പാനപ്പുരം പോക്കാണോ? ഉപ്പാന്റെ സ്വത്ത് ഒരുപാടുണ്ട്, ഉമ്മാന്റെ സ്വത്തും ഒരുപാടുണ്ട്, അതൊക്കെ എനിക്ക് കിട്ടുമല്ലോ. സെയ്ദ് ബിൻ ഹാരിസ ഒരു സെക്കൻഡ് നേരം മറുത്താലോചിക്കാതെ പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നു. എനിക്ക് എന്റെ ഉപ്പാന്റെയും മെളാപ്പന്റെയും സ്ഥാനത്ത് നിൽക്കുന്നതിനേക്കാൾ പറ്റിയ ആള് നിങ്ങളാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നു. സെയ്ദിന്റെ ബാപ്പ പറഞ്ഞു, മോനെ സെയ്ദേ, ഇഖ്തർതൽ ഉബൂദിയ്യ അലൽ ഹുർരിയ്യ, നീ അടിമയായി ജീവിക്കാൻ കൊതിക്കാണോ? നിന്നെ ഞാൻ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാൾ, എന്റെ സമ്പത്തിലേക്കാൾ, നമ്മുടെ ഗോത്രത്തിലേക്കാൾ. നിനക്ക് എന്റെ മോനായി എവിടെ രാജാവായി ജീവിക്കാം, നീ അടിമയായി ജീവിക്കാനാണ് കൊതിക്കുന്നത്. സെയ്ദ് പറഞ്ഞു, ബാപ്പാ നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല. നിങ്ങളെടുത്തുനിന്നും എളാപ്പാനെടുത്തുനിന്നും കിട്ടുന്നതിനേക്കാൾ മറ്റെന്തോ ഒന്ന് എനിക്കിവിടെ നിന്ന് കിട്ടാനുണ്ട്, അതെനിക്കറിയാം, ഞാൻ ഇവിടെ നിന്നോളാം. ഉപ്പ കരഞ്ഞു, എളാപ്പ കരഞ്ഞു. സെയ്ദിന്റെ ഈ വർത്താനം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിലാക്കൊണ്ട്, എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് സെയ്ദ്. അപ്പൊ തന്നെ കൈപിടിച്ചു. കഅബാലയത്തിന്റെ മുന്നത്ത് ഇസ്മായിലിന്റെ അടുത്തെത്തി വിളിച്ചു, അയ്യുഹന്നാസ്, മക്കക്കാരെ ഒരുമിച്ച് കൂടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും ഓടി വന്ന് വിളിച്ചത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറഞ്ഞു, ഹാദ ബിനി, സെയ്ദിന്റെ മോനാണ് ഇന്നു മുതൽ. യരിസുനി വ അരിസു, എന്റെ അനന്തര സ്വത്ത് സെയ്ദിനും കിട്ടും, സെയ്ദിന്റെ എനിക്കും കിട്ടും. ഇത് കേട്ടപ്പം ബാപ്പാന്റെ കരച്ചിൽ മാറി ചിരി വന്നു. ബാപ്പ എന്താ ചിന്തിച്ചറിയോ? എന്റെ മോന് ഞാനില്ലെങ്കിലും ഖുറൈശി തറവാട്ടിലെ മെമ്പറായിരിക്കുന്നു. സമാധാനത്തോടെ തിരിച്ചുപോയി. പക്ഷെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറഞ്ഞു, അവരുടെ പിതാക്കന്മാരിലേക്ക് മാത്രമേ ചേർത്ത് വിളിക്കാവൂ. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. അന്ന് വരെ മക്കക്കാരെ വിളിച്ചത് സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിന്റെ മകൻ സെയ്ദ്. ചില സഹാബാക്കൾ പറഞ്ഞു, നമ്മള് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യമനിൽ നിന്ന് മക്കയിൽ വന്നത് മുതൽ കേൾക്കുന്ന പേരാണ് സെയ്ദ് ഇബ്നു മുഹമ്മദ്, സെയ്ദ് ഇബ്നു മുഹമ്മദ്. നമ്മൾ ശരിക്കും വിചാരിച്ചത് റസൂലുള്ളാഹിന്റെ മോനാണ് എന്നാണ്. അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സെയ്ദ് എന്റെ മോനാവൂല, സെയ്ദ് എന്റെ മൗലയാണ്, എന്റെ അടിമയാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കും ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം മോൻ ഉസാമയെ ഒരു സംഘത്തിന്റെ നേതാവായി നിയോഗിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പക്കാരനാണ്. ആളുകൾ ആക്ഷേപിച്ചു. ഉമറിനെ പോലത്തെ പ്രായം കൂടിയ ആളുകൾ പറഞ്ഞു, ഉസാമയെ സേനാധിപനായിട്ട് അയക്കണോ? യുദ്ധം ചെയ്തു പരിചയമുള്ള എത്ര ആൾക്കാരുണ്ട്, അവരെ ആരെങ്കിലും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. തങ്ങൾ പറഞ്ഞു, യലൂമുനിൻ നാസ് ഫീ തഅമീരി ഉസാമ, ഞാൻ ഉസാമയെ ഒരു സൈന്യത്തിന്റെ നേതാവായി നിശ്ചയിച്ചപ്പം ആളുകൾ എന്നെ ആക്ഷേപിക്കുന്നതായി ഞാൻ കേട്ടു.
കമാ ലാമൂനി ഫീ തഅമീരി അബാഹു ഖബ്ല. ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ബാപ്പ സെയ്ദിനെ ഞാൻ നേതാവായി തീരുമാനിച്ചപ്പം ചില ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ വഇന്ന അബാഹു കാദ അഹബ്ബുകും ഇലൈ. ജനങ്ങളെ ഒരു കാര്യം മനസ്സിലായിക്കോളീൻ, ഉസാമന്റെ ബാപ്പ സയ്യിദ് നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. വഇന്നഹു മിൻ അഹബ്ബികും ഇലയ്യ ബഅദ. ബാപ്പാക്ക് ശേഷം മോൻ ഉസാമ നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബത്തിന്റെ അർത്ഥം എന്താ? ആകാശ ലോകത്ത് ഈ രണ്ടാൾക്കാരും പരിഗണിക്കപ്പെട്ട വ്യക്തികളാണ്. ഉടമസ്ഥനായ അല്ലാഹ് ഈ രണ്ടു പേരും ഇഷ്ടപ്പെട്ടവരാണ്. കാരണം അവരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചിരിക്കുന്നു. നമ്മൾ എന്താ ചിന്തിക്കേണ്ടതെന്നറിയോ? ആ ഹബീബിന്റെ മുഹബ്ബത്ത് വാജിബാണ് മുസ്ലിമീങ്ങൾക്ക്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അതില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ മഹ്ശറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഹബ്ബത്ത് ഉണ്ടാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സെയ്ദിന്റെ മകൻ ഉസാമക്ക് ബൈത്തുൽ മാൽ എന്ന് കുറച്ചധികം നൽകി. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടുന്ന മാളിൽ നിന്നും. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പാനെ ചോദ്യം ചെയ്തു, നിങ്ങൾ എങ്ങനെയാ ഉസാമത്ത് ബിൻ സെയ്ദിനെ അധികം കൊടുത്ത്? ബാക്കി എല്ലാരെ പോലെ തന്നെയല്ലേ? സ്വാഭാവിക ചോദ്യങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന അഹബ്ബു ഇലാ റസൂലില്ലാഹി മിൻക. മോനെ അബ്ദുല്ലാ, നിന്നേക്കാളും അധികം റസൂലുള്ളാഹി സ്നേഹിച്ചത് ഉസാമനെയാണ്, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. വഇന്ന അബാഹു കാന അഹബ്ബ ഇലാ റസൂലില്ലാഹി മിൻ അബീക്. നിന്റെ ഉപ്പ ഉമറിനേക്കാളും റസൂലുള്ളാഹിക്ക് ഇഷ്ടം ഉസാമന്റെ ഉപ്പ സെയ്ദിനെയായിരുന്നു. ആ മഹബ്ബത്ത് അദ്ദേഹം നേടിയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിൽ അദ്ദേഹം ആരായിരിക്കും? മഹ്ശറിൽ നാളെ സ്വർഗത്തിൽ എവിടെയായിരിക്കും? ചരിത്രം വെറുതെ കേൾക്കാനല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാന്റെ ഹബീബിന്റെ മുഹിബ്ബാവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സെയ്ദിനോടുള്ള മുഹബ്ബത്ത് ഒരു ദിവസം മണ പൊട്ടി ഒഴുകി. മുഅ്തദ യുദ്ധത്തിന്റെ സമയം 3 സേനാധിപന്മാരെ റസൂലുള്ളാഹി നിയോഗിച്ചു. ആദ്യം സെയ്ദ് ബിൻ ഹാരിസ കൊടി പിടിക്കണം. അദ്ദേഹം ഷഹീദായാൽ ജഅഫർ ബിൻ അബി താലിബ്, അദ്ദേഹവും ഷഹീദായാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ, അദ്ദേഹവും ഷഹീദായാൽ മുസ്ലിമീങ്ങൾ കൂടി ഒരാളെ തിരഞ്ഞെടുത്തോളാം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആള് ഖാലിദ് ബിൻ വലീദ് ആയിരുന്നു. യുദ്ധം ജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ താരീഖ് പിന്നീട് വരും. ഖാലിദ് ഒരാവേശമാണ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ മുഅ്തത്തിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, മുഅ്തത്തിന്റെ ഭൂമിയിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഷഹീദായ സെയ്ദ് ബിൻ ഹാരിസന്റെ വീട്ടിലേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. ഫലഖിയതുഹു ബിൻതു സെയ്ദിൻ. റസൂലുള്ളാഹി സ്വീകരിച്ചത് സെയ്ദിന്റെ മോളായിരുന്നു റളിയല്ലാഹു അൻഹുമ. ചെറിയ കുട്ടി. ഫഅജ്ഹശത്തിൽ ബുകാഉ ഫീ വജ്ഹി. ഈ കുഞ്ഞുമോള് ബാപ്പയെ തിരിച്ചു വരൂല എന്നുള്ള അറിവ് കിട്ടിയപ്പോ കരയാൻ തുടങ്ങി. ആ കരച്ചലിന്റെ പ്രതിഫലം റസൂലുള്ളാഹിന്റെ മുഖത്ത് കണ്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ബകാ ഹത്തൻ തഹബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരച്ചിലിന്റെ ശബ്ദം പുറത്തു വന്നു. അങ്ങനെയല്ല സാധാരണ കരയില്. റസൂലുള്ളാഹിന്റെ കരച്ചിൽ ഏങ്ങി കരച്ചിലാണ്. നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് വരുന്ന സഹാബാക്കൾ കേൾക്കും. പക്ഷെ സെയ്ദിന്റെ മോളെ കണ്ടപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിധി വിട്ടുപോയി. ഉറക്കെ കരഞ്ഞു. ഒരു സഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷൗഖുൽ ഹബീബി ഇലൽ ഹബീബ്. എന്റെ സ്നേഹിതനോടുള്ള എന്റെ ഉള്ളിലുള്ള ആ ഇഷ്ടമാണ് ഇത് എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്രത്തോളം സെയ്ദിനെ സ്നേഹിച്ചിരുന്നു. ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സഹാബത്തിനോട്, ഇസ്തഗ്ഫിറൂ ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യൻ. ഖദ് ദഖലൽ ജന്നത വഹുവ യസ്ആ. സെയ്ദ് പതുക്കെ നടന്നിട്ടല്ല സ്വർഗത്തിലേക്ക് പോയത്. വഹുവ യസ്ആ, സെയ്ദ് സ്വർഗത്തിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച എനിക്ക് കാണിക്കപ്പെട്ടു. അദ്ദേഹമായിരുന്നു പിന്നീട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്ലാമിനെ പുൽകി കൂടെ കൂടിയ മറ്റൊരു സഹാബി സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. പരിശുദ്ധ ഖുർആനിൽ ആകെ പേര് വന്ന ഒരേ ഒരു സഹാബി. അതിനുശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖിന്റെ ദഅവത്തിലൂടെയാണ്. പേരപ്പെട്ട പലരും. പക്ഷെ അപ്പോഴത്തേക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞു നുബുവത്ത് കിട്ടി, പ്രബോധനം തുടങ്ങിയിട്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന വന്നു, നബിയെ
രഹസ്യ പ്രബോധനം മതി, ഇനി ഉറക്കെ പറഞ്ഞോളി. ഇനി മക്കൾക്കിടയിലേക്ക് ഇറങ്ങിക്കോളി. അപ്പോഴേക്കും മക്കത്തുള്ളവർക്ക് ഇതിന്റെ വിഷയങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങി. ആൾക്കാരിങ്ങനെ പോകുന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് ആളുകൾക്കിടയിലേക്ക് പരത്തുന്നുണ്ട്, കേൾക്കുന്നവരൊക്കെ കൂടെ കൂടുന്നുണ്ട് എന്ന ആൾക്കാരൊക്കെ അപ്പോഴത്തേക്കും അറിഞ്ഞു. പരസ്യ പ്രബോധനത്തിന്റെ കൽപ്പന വന്നു. നബിയെ, അങ്ങയുടെ അടുത്ത കുടുംബക്കാരോട് താക്കീത് ചെയ്തോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തെന്നറിയോ? ഹിക്മത്ത് പ്രയോഗിച്ചു. വീട്ടിൽ ഒരു സദ്യ അല്ലെങ്കിൽ ഒരു സൽക്കാരം ഏർപ്പാടാക്കി. അലിയെ വിളിച്ചിട്ട് പറഞ്ഞു, അലി, നീ ഇന്ന ആൾക്കാരെ വിളിച്ചിട്ട് വരണം വീട്ടിലേക്ക്. ഭക്ഷണം തയ്യാറാക്കി. ഭക്ഷണം കൊടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വിഷയം സംസാരിക്കലായിരുന്നു പ്ലാൻ. ശരിയാണ്, ദഅവത്തിന് അങ്ങനത്തെ ചില രീതികളുണ്ട്. അത് വെറും പ്രസംഗത്തിന് മാത്രമല്ല, എഴുത്തിന് മാത്രമല്ല. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന. നല്ല ചില ഉപദേശങ്ങൾ ഇൽമോടുകൂടിയും നല്ല ഉപദേശങ്ങളോടുകൂടിയും വേണം നിങ്ങൾ അല്ലാഹുവിലേക്ക് ആളുകളെ വിളിക്കാൻ. ആ മൗഇദത്തുൽ ഹസനയിൽപ്പെട്ടതാണ് ഇങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. സൽക്കാരം ഉണ്ടാക്കി. ഏകദേശം 40ഓളം കുടുംബക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് ഒരുമിച്ച് കൂടി. അലി പറഞ്ഞു റളിയല്ലാഹു അൻഹു, അന്ന് 12ഓ 13ഓ വയസ്സാണ്. ഞാനൊരു അത്ഭുതം കണ്ടു. 40 ആൾക്കുള്ള ഭക്ഷണം ആ വീട്ടിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന 40 പേർക്കും ഭക്ഷണം കോരിക്കൊടുത്തു. അപ്പോഴും പാത്രത്തിന് ഭക്ഷണം വെച്ചതുപോലെ ഉണ്ടായിരുന്നു. മുഅ്ജിസത്ത്. തുടക്കത്തിൽ അലി ഇബ്നു അബി ത്വാലിബും കൂടെ വന്ന ബന്ധുക്കളും അത് കണ്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രസംഗിക്കലാണ് ലക്ഷ്യം. പക്ഷേ കൂട്ടത്തിലുള്ള ഒരുത്തൻ കൂർമ്മ ബുദ്ധിക്കാരനാണ്. അബൂലഹബ് എന്ന തങ്ങളായ മൂത്താപ്പ, സുൽത്താന സ്വന്തം മൂത്താപ്പ അബൂലഹബ് കള്ളനാണ്. കഅബാലയത്തിലെ പൂജാരിയാണ്. ആടുകളെ ഇല്ലാത്ത കഥകൾ പറഞ്ഞു പറ്റിക്കലാണ് അബൂലഹബിന്റെ ജോലി. താരീഖിന്റെ ഉലമാക്കൾ പറഞ്ഞു, ലോകത്തിന്റെ 4 ഭാഗത്തു നിന്നും കഅബാലയം ലക്ഷ്യമാക്കി ആളുകൾ വരും. ഇവര് വരുന്നത് ഹജ്ജ് ചെയ്യാനാണ്, തവാഫ് ചെയ്യാനാണ്, ഉംറ നിർവഹിക്കാനാണ്. കഅബന്റെ മുറ്റത്തുള്ള 300 ചില്ലാനം ബിംബങ്ങളുടെ അവരുണ്ടാക്കി വെച്ച മഹാന്മാരുടെ ജാറങ്ങളുടെ ഇല്ലാത്ത കഥകളും പോരിശകളും അബൂലഹബ് വിളമ്പാൻ തുടങ്ങും. ഖുറൈശി തറവാട്ടിലെ മെമ്പറാണ്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്. ആളുകൾക്ക് വലിയ വിശ്വാസവും സ്നേഹവുമാണ്. ആ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അബൂലഹബ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിക്കും. ഇന്നാൾക്ക് ഇന്ന കഴിവുണ്ട്, ഇന്നാളോട് ചോദിച്ചപ്പോ ഇന്നത് കിട്ടിയിട്ടുണ്ട്. ആളുകൾ അത് വിശ്വസിക്കും. ആ ബിംബങ്ങൾക്ക്, ദൈവങ്ങൾക്ക്, ജാറങ്ങൾക്ക് പലതും സംഭാവനകൾ ചെയ്ത് ദുആ ചെയ്തിട്ട് അവര് തിരിച്ചു പോകും. ചിലപ്പോ ഒട്ടകങ്ങൾ ഉണ്ടാവും, സ്വർണ്ണനാണയം ഉണ്ടാവും, പലിശകൾ ഉണ്ടാവും, വാടുകൾ ഉണ്ടാവും, ചിലപ്പോ ഭക്ഷണം ഉണ്ടാവും. ആളുകൾ തിരിച്ചു പോയി കഴിയുമ്പോൾ അബൂലഹബ് ഇത് മൊത്തം സ്വന്തം പത്തായത്തിലേക്ക് മാറ്റും. അങ്ങനെ ആളുകളെ ചതിച്ച് സുഖലോലുപനായി പണക്കാരനായി വിലസുകയാണ് അബൂലഹബ്. ഇന്നുമുണ്ട് അബൂലഹബിന്റെ പിൻഗാമികൾ. അവര് ചൂഷണം ചെയ്യുന്നത് സാദാ സീദാ മുസ്ലിമീങ്ങളുടെ അമിതമായ വിശ്വാസത്തെയാണ്, പ്രവാചകരോടുള്ള സ്നേഹത്തെയാണ്, മഹാന്മാരോടുള്ള സ്നേഹത്തെയാണ് അവര് ചൂഷണം ചെയ്തത്. അവര് മിമ്പറുകളിൽ നിന്നും ഇഹ്റാബുകളിൽ നിന്ന് ഇല്ലാത്ത കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. എവിടം വരെ എത്തിയെന്നറിയോ? പുതിയ കഥ. CM മടവൂർ എന്ന് പറയുന്ന കേരളക്കാരനായ ആളുകൾ അവസാന കാലത്ത് മാനസിക രോഗിയായിട്ടാണ് മരിച്ചത് എന്ന് പുസ്തകങ്ങൾ എഴുതപ്പെട്ട ആ മനുഷ്യനെ പറ്റി തലപ്പാവ് ധരിച്ച താടി നീട്ടിയ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളുടെ നേതാവെന്ന് പറയപ്പെടുന്ന ഒരു പുരോഹിതൻ, അബൂലഹബിന്റെ പിൻഗാമി, സാധാരണക്കാരനെ ചതിച്ച് പറ്റിച്ച് ജീവിതത്തിന്റെ സുഖം കണ്ടെത്തുന്നവൻ ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയുണ്ട്. എന്താണെന്നറിയോ? ഈ CM എന്ന് പറഞ്ഞ മനുഷ്യൻ ഏടെയോ പരിപാടിക്ക് പോയി, എന്തോ സൽക്കാരോ മജ്‌ലിസോ എന്തോ ആയിരിക്കാം. നിസ്കാരത്തിന്റെ സമയമായി, ഒതുകൊടുക്കാൻ വെള്ളമില്ല. വെള്ളം പരതിയിട്ട് ഏടുന്നും വെള്ളം കിട്ടാനുമില്ല. ഇയാള് തന്റെ ഇടത്തെ കൈയൊന്നു പൊക്കി, ആ വിരലുകൾക്കിടയിൽ നിന്ന് ഷറബറ വെള്ളം വരാൻ തുടങ്ങി.
അത് ആളുകൾ പാത്രത്തിൽ വാങ്ങി, എന്നിട്ട് എല്ലാവരും വുളൂ ചെയ്ത് എല്ലാവരും നിസ്കരിക്കുകയും ചെയ്തു. ഇത് ഏതാ മുഅ്ജിസത്ത് എന്നറിയോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹാബത്തിന് അല്ലാഹു കാണിച്ചു കൊടുത്ത റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. ഇത് നിസ്കരിക്കുക പോലും ചെയ്യാത്ത സാധാരണക്കാരിലേക്ക് ചേർത്തു. ആര്? മിമ്പറിൽ നിന്ന് മുസ്ലിമിനോട് പ്രസംഗിക്കുന്ന പുരോഹിതൻ. അതാണ് അബൂലഹബിന്റെ പാരമ്പര്യം. കള്ളക്കഥകൾ പറയുക, സാധാരണക്കാരന്റെ അമിതമായ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക, അതിലൂടെ കാശുണ്ടാക്കി സുഖിച്ച് ജീവിക്കുക, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. അതേ ജോലിക്കാരനാണ് അബൂലഹബ്. കഅബാലയത്തിലെ പൂജാരി, ഭയങ്കര പൈസക്കാരനാണ്. ഉണ്ടാക്കിയ പൈസ മുഴുവനും ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ. അവിടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, കഥകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോളി. ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും കഥ കേട്ടിട്ട് ബാക്കിൽ പായുമ്പം ശ്രദ്ധിച്ചോളി. സൽക്കാരം കഴിഞ്ഞ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറയാൻ തുടങ്ങുന്നുണ്ട് അബൂലഹബിന് മനസ്സിലായി. ഉടനെ തന്നെ അയാൾ എഴുന്നേറ്റു, വരുന്നതല്ലോ വർത്താനം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അബൂലഹബ് മുതിർന്ന നേതാവാണ്. ആൾ ഇറങ്ങിപ്പോയപ്പം ആൾക്കാരെല്ലാം കൂടെ അങ്ങ് തന്നെ ഇറങ്ങിപ്പോയി. റസൂലുള്ളാഹിക്ക് ഭയങ്കര സങ്കടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ഒരു സൽക്കാരം വെച്ചു, നിർത്തിയില്ല. ദഅവത്ത് ആദ്യം ആരോടാന്നറിയോ? വീട്ടിലാണ്. ദഅവത്ത് ആദ്യം വീട്ടിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം ഭാര്യ ഖദീജ വന്നു, പിന്നെ ഖദീജ ബീവിന്റെ പ്രിയപ്പെട്ട പെൺമക്കൾ വന്നു, ആൺമക്കൾ ആരുമില്ല. പിന്നെ വീട്ടിൽ നിന്നിരുന്ന അലി വന്നു, അതേ വീട്ടിൽ ജീവിച്ച സെയ്ദ് വന്നു, ഒറ്റ ചങ്ങാതിയായ അബൂബക്കർ വന്നു റളിയല്ലാഹു അൻഹു അജ്മഈൻ. അതെ, ദഅവത്ത് തുടങ്ങേണ്ടത് വീട്ടിൻ്റെ ഉള്ളിന്നാണ്, പിന്നെയാണ് പുറത്ത്. രണ്ടാമതും സൽക്കാരം വെച്ചു. ഇതൊക്കെ നമുക്കുള്ള പാടാണ്. സൽക്കാരം വെക്കണം. ഉപ്പാനെ, മൂത്താപ്പാനെ, ഇടയപ്പാനെ, മാമാനെ, അമ്മായിനെ എല്ലാരെയും വിളിക്കണം. എന്നിട്ട് ഭക്ഷണം നല്ല സുഭിക്ഷമായിട്ട് കൊടുക്കണം. എഴുന്നേറ്റ് പോകുമ്പം പറയണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. തൗഹീദ് അംഗീകരിച്ചോടി, നിങ്ങൾക്ക് ജയിക്കാം. ഉത്തരവാദിത്വം കഴിഞ്ഞു. ഓരോ വ്യക്തിയുടെയും കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം ആ ഒരൊറ്റ വാക്കിൽ കഴിഞ്ഞു. ഇനി ആര് സ്വീകരിച്ചു, ആര് സ്വീകരിച്ചു? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ല തള്ളിക്കളയാം. നാളെ ഉടമസ്ഥന്റെ കോടതിയിൽ ആരും ഒരാളെ പറ്റി ചോദിക്കൂല. ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. പക്ഷെ ചോദിക്കുമായിരുന്നു, പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ. അവിടെ ചങ്ങായിമാര്, കുടുംബക്കാര്, പിന്നെ ഫാമിലിയിലെ മെമ്പർമാര് ഒരു പ്രാവശ്യമെങ്കിലും തൗഹീദ് പറഞ്ഞു കൊടുത്തോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും വിളിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് കഴിയുന്നതിന് മുമ്പ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസംഗിച്ചു. നേരത്തെ ഭക്ഷണം കഴിച്ച് തീരാൻ കാത്തുന്നതാണ്. അപ്പൊ അബൂലഹബിന്റെ തന്ത്രം ഫലിച്ചു. നബി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലാണ്. മക്കത്ത് എന്നെപ്പോലെ ഒരു യുവാവും നിങ്ങൾക്ക് ഇത്ര ഉപകാരപ്പെടുന്ന ഒരു സംഗതിയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവൂല. നിങ്ങൾ എന്നെ സഹായിക്കണം, അംഗീകരിക്കണം, എന്റെ സഹായികളാവണം. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടാവോ എന്നെ സഹായിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ചോദിച്ചു. ആരും മിണ്ടുന്നില്ല. ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളൊരു അക്ഷരം പറയുന്നില്ല. പക്ഷെ ഞാൻ അബ്ബാസിന്റെയും ഹംസയുടെയും മുഖത്ത് ചെറിയൊരു മഴം ആ സമയത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ അന്നേരം വന്നില്ല. അലി, ആ ചെറുപ്പക്കാരനെ അലി എന്ന് ശ്രദ്ധിച്ചത് മുത്താപ്പമാരെയാണ്. ഈ പറയപ്പെട്ട ഉപ്പാന്റെ അനിയന്മാരെ, അളയപ്പമാരെ. ഹംസന്റെയും അബ്ബാസിന്റെയും മുഖത്ത് ഒരു ചെറിയ മയം ആ കണ്ണില്, മുഖഭാവത്തില് ഞാൻ അന്ന് കണ്ടു. ആ രണ്ടാൾക്കാരും പിന്നീട് വരികയും ചെയ്തു. ആരും കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാനുണ്ടാവും കൂടെ. 12 വയസ്സുകാരൻ. എന്താ പറയുന്നറിയോ? മക്ക എന്ന് പറയുന്ന നാട് മുഴുവൻ ഈ ഒരു വ്യക്തിക്കെതിരാണ്. ആ സമയത്താണ് 12 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കൈനീട്ടിട്ട് പറയുന്നു, ഞാനുണ്ടാവും നിങ്ങളെ സഹായിക്കാൻ. ഇനി എന്താ വരാൻ പോകുന്നറിയോ? പരവതാനിയല്ല, മുല്ലപ്പൂവിന്റെ മാലയല്ല വരാൻ പോകുന്നത്. മനസ്സിന് സന്തോഷം കിട്ടുന്ന വർത്തമാനമല്ല കേൾക്കാൻ പോകുന്നത്. ഇനിയുള്ളത് ക്രൂരമായ മർദ്ദന മുറകളാണ്. 12 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഹബീബിന്റെ മുന്നിലേക്ക് കൈനീട്ടിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലി മാറി നിൽക്കി, നീ ചെറിയ ശിക്ഷനാണ്, നീ ചെറിയ കുട്ടിയാണ്, ഇവരാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. 3 പ്രാവശ്യം അലി ഇബ്നു അബീ ത്വാലിബ് കൈനീട്ടി. 4ാമത്തെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുടെ കയ്യിൽ അടിച്ചിട്ട് പിടിച്ചു. അലിയെ, നീ മതി എന്റെ കൂടെ. 12 വയസ്സുകാരൻ. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആദർശബോധം, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആദർശബോധം. ആരെടുത്തുനിന്ന്?
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജയും പഠിപ്പിച്ചു കൊടുത്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെ വീട്ടിൽ പഠിപ്പിക്കേണ്ടവര് ഞാനെന്ന ഉപ്പയും എൻ്റെ ഭാര്യ എന്ന ഉമ്മയുമാണ്. അവർക്ക് ആദർശമില്ലേ? വല്ലാഹി മക്കളെ കിട്ടൂല, വല്ലാഹി സുമ്മ വല്ലാഹി മക്കളെ കിട്ടൂല, ഉറപ്പാണ്. എത്ര മദ്രസയിൽ വിട്ടാലും, എത്ര കള്ളിന്ന് ക്ലാസ് കൊടുത്താലും, എത്ര ഖുതുബക്കൊത്ത ഒന്നാമത്തെ സഫിൽ കൊണ്ടിരുത്തിയാലും കിട്ടൂല. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ടത് ആണ് തന്നെ കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ സങ്കടമായി. ആരുമില്ല, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ജിബ്രീൽ വന്നു. യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പോരാ, മക്കക്കാരെ മുഴുവനും വിളിക്കണം. കുടുംബക്കാരെ വിളിച്ചാൽ പോരാ, ഇനി മക്കക്കാരെ മുഴുവനും വിളിക്കണം. അതിൻ്റെ ഇടയിൽ ചില ചർച്ചകൾ വരുന്നുണ്ട്. അബൂലഹബിന്റെ വക അബൂ താലിബിനോട്, നമുക്ക് ഇവനിങ്ങനെ വിട്ടാൽ ശരിയാവൂല, നാട്ടുകാർ കൈവെക്കുന്നതിന് മുമ്പ് നമ്മൾ കുടുംബക്കാർ ഇവനെ പറഞ്ഞൊന്ന് തിരുത്തണം, ഇല്ലെങ്കിൽ നാട്ടുകാർ കൈവെക്കും, നമുക്ക് കണ്ടു നിൽക്കേണ്ടി വരും. അബൂ താലിബ് തട്ടക്കുടഞ്ഞ് എഴുന്നേറ്റു. എൻ്റെ മോനെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ അവന് ജീവിക്കാൻ സമ്മതിക്കൂല. ഒരു മുശ്രിക്കിന്റെ വർത്താനമാണ്. അതെന്തുകൊണ്ടാ അറിയോ? അള്ളാഹു കൊടുത്ത സംരക്ഷണമാണ്. അബൂ താലിബിനോട് മക്കൾക്കൊരു മാനസികാവസ്ഥയുണ്ട്, അതിനെ അള്ളാഹു സബബാക്കി. പിന്നെ ആരും അനങ്ങിയില്ല. പക്ഷേ കൽപ്പന വന്നപ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലന്റെ മുകളിലേക്ക് കയറി. ഇന്ന് പള്ളിക്കുള്ളിലാണ് ആ മല, അന്ന് പള്ളിക്ക് വെളിയിൽ മക്കന്റെ ഒരു ഭാഗത്ത്. അന്ന് മക്കൾക്കൊരു സ്വഭാവമുണ്ട്, ആർക്കെങ്കിലും നാട്ടുകാരെ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ആ മലന്റെ മുകളിൽ കയറിയാൽ മതി. അപ്പൊ ആൾക്കാർ സ്വമേധയാ വന്ന് താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരുമിച്ച് കൂടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രഗത്ഭരായ കുടുംബക്കാരെ ഉറക്കെ വിളിച്ചു. മടിക്കേരിക്കാരെ, മടിക്കേരിയിലുള്ള ഓരോ വ്യക്തികളെയും വിളിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഓരോ തറവാടിന്റെ മുറ്റത്തും തൗഹീദിന്റെ ശബ്ദം എത്തിക്കാൻ ഈ നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും ചുമതലയാണ്. അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. നമ്മൾ പറയാതെ, നമ്മളെ നാക്കിന്ന് തൗഹീദ് കേൾക്കാതെ ഈ നാട്ടിലേതെങ്കിലും ഒരാൾ മരിക്കേണ്ടി വന്നാൽ വല്ലാഹി സത്യം, അതിന്റെ ഉത്തരവാദിത്വം ഹിസാബ് മഹ്ശറിൽ അള്ളാഹു ചോദിക്കാൻ ചെയ്യും. എന്തുകൊണ്ടറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മലന്റെ മുകളിൽ കയറി വിളിച്ചു, യാ കഅബ് ഇബ്നു ലുഅയ്, കുടുംബക്കാരെ, വലിയ തറവാട്ടുകാരെ, അതേപോലെ മുറയുടെ കുടുംബമേ, ബനൂ ഹാഷിം, അതേപോലെ അബ്ദുൽ മുത്തലിബിന്റെ മക്കള്, എല്ലാരെയും, എല്ലാ തറവാട്ടുകാരെയും പേരെടുത്ത് വിളിച്ചു. വലിയ വലിയ ആൾക്കാരെ വിളിച്ചു അവസാനം വിളിച്ചു, യാ ഫാത്തിമ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ഫാത്തിമ, മോളെ നീയും വാ. ഇത്രയേ ഉള്ളൂ എന്ന്. അന്ന് ഫാത്തിമ ഇത്രയേ ഉള്ളൂ. പക്ഷെ തൗഹീദ് പറയുമ്പം ഓളോടും പറയണം. സലഫി ഉലമാക്കൾ പറഞ്ഞു, തൗഹീദ് പ്രസംഗിക്കുമ്പം വലിയ ആൾക്കാരോടും ചെറിയ ആൾക്കാരോടും ആ ഗൗരവത്തിൽ തന്നെ സംസാരിക്കണം. യാ ഫാത്തിമ, നീയും വാ മോളെ. യാ സഫിയ അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അമ്മായിയായ സഫിയ, നിങ്ങളും വാ, എനിക്ക് പറയാനുണ്ട്. യാ അബ്ബാസ് അമ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മൂത്താപ്പ അബ്ബാസ്, നിങ്ങളും വാ, നിങ്ങളോടും പറയാനുണ്ട്. എല്ലാരെയും വിളിച്ചു കൂട്ടി. ആദ്യം ചോദിച്ച ചോദ്യം എന്താ അറിയോ? മക്കക്കാരെ, എന്റെ കുടുംബക്കാരെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഈ കാണുന്ന സഫാ മലയുടെ പിറകിലൂടെ ഒരു കുതിരപ്പട്ടാളം നിങ്ങളോട് യുദ്ധം ചെയ്ത് ജയിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? മക്കക്കാര്? ഒരാള് പോലും മിണ്ടാതെ ഉറക്കെ പറഞ്ഞു മുഴുവൻ ആളും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഭാഗത്തുനിന്ന് തമാശക്ക് പോലും ഒരു കളവ് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, നമുക്കത് പരിചയം പോലുമില്ല. നീ പറഞ്ഞാൽ സദ്ദഖ്നാക്, നമ്മൾ വിശ്വസിക്കും. മിമ്പർമ നിൽക്കുന്ന ഈ ഞാനും മടിക്കേരി സലഫി പള്ളിയിലെ ഖത്തീബും ഈ ഇരിക്കുന്ന മുവഹിദുകളും ആ ക്വാളിറ്റിയിലേക്ക് വരണം. നാട്ടുകാർ പറയണം, ഓം പറഞ്ഞാൽ സത്യമായിരിക്കും, ഓം സത്യസന്ധനാണ്. മഗ്രിബിന് ശേഷമുള്ള ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കണം. ജീവിതത്തിന്റെ സത്യസന്ധതയുടെ ചില ഭാഗങ്ങൾ പറയാനുണ്ട്. ഓരോ വ്യക്തി അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. പക്ഷെ 100% ആവൂല, മനുഷ്യന്മാരല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇസ്തിഗ്ഫാറോടുകൂടി ജീവിച്ചാൽ മതി, അള്ളാഹു അങ്ങനെ ആക്കി തരും. അബൂലഹബ് അടക്കമുള്ള കള്ളന്മാർ ഇവരെ പറഞ്ഞു, മുഹമ്മദ് കളവ് നിനക്ക് പരിചയം പോലും ഇല്ലല്ലോ, നീ അല്ലമീനാണ്, വിശ്വസ്തനാണ്, വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്. എങ്കിൽ ജനങ്ങളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നി ലക്കും നദീറും മുബീൻ,
ഞാൻ വലിയ താക്കീതും കൊണ്ട് വന്നതാണ്. ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ കലിമത്തു തൗഹീദിലേക്ക് തിരിച്ചു വന്നോണീൻ, മുവഹിദുകളായിക്കോണീൻ, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല. ഞാൻ വലിയ താക്കീതും കൊണ്ട് വന്നിരിക്കുന്ന നബിയാണ്, റസൂലാണ്. മക്ക നിശബ്ദമായി, ഒരാളും മിണ്ടുന്നില്ല. ആളുകൾക്ക് ഇതെന്താന്ന് തിരിയുന്നില്ല. പാരമ്പര്യമായി ഇത്ര കൊല്ലമായി നമ്മൾ ആചരിച്ചു വന്ന രീതിയെ മുഹമ്മദ്, സത്യസന്ധനായ വിശ്വസ്തനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കുകയാണ്. അത് ശരിയല്ല, അത് പറയാണ്. നമ്മളെ പിതാമഹന്മാരെ ആക്ഷേപിക്കാണ്. നമ്മൾ ഇന്നുവരെ പഠിച്ചു വന്ന ശരിയല്ല എന്നായി പെട്ടെന്ന് രാവിലെ വന്ന് പറയുന്നത്. മക്കക്കാർക്ക് മിണ്ടാട്ടമില്ല. അവര് പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ചില ആളുകൾക്ക് ദേഷ്യം വന്നു പിതാമഹന്മാരുടെ രീതി തെറ്റാന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞപ്പോ. കാരണം അവര് വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ഇന്ന് പലരും വിശ്വസിച്ചു വെച്ചിരിക്കുന്ന പോലെ കാലാകാലമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നല്ലേ ശരി എന്ന് അവർക്കുണ്ടായിരുന്നു തോന്നല്. ദേഷ്യം വന്ന ആളുകള് പരസ്പരം കൈ കൂട്ടിപ്പിടിച്ചിട്ട് ദേഷ്യം കട്ടിച്ചമർത്തി. മുണ്ടാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ മുണ്ടും? ചോദിക്കുന്നത് ആരാണ്? മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഇടയിൽ നിന്നൊരു ശബ്ദം വന്നു, മൂത്താപ്പ അബൂ ലഹബിന്റെ, സ്വന്തം ചോരയുടെ. തബ്ബല്ലക യാ മുഹമ്മദ്, നശിച്ചു പോവട്ടെ മുഹമ്മദേ നീ. അലിഹാദാ ജമഅതന, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു കൂട്ടിയത്. ഫറഖ്ത ജമാഅതന, നമ്മുടെ നാട്ടിലുള്ള ഐക്യം തകർക്കാൻ. സെൽഫികൾ പ്രസംഗിക്കാൻ വരുമ്പോൾ എന്താ പറയാ മൗലമാർ? ദാ വന്നിട്ടുണ്ട്, ഇനി നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, ഐക്യം തകർക്കും, ആടെ പ്രശ്നം ഇവിടെ പ്രശ്നം, പനിയും മോനെ വേറെയാക്കും. അത് ആര് പറഞ്ഞ വാക്കറിയോ? അബൂ ലഹബിന്റെ വാക്ക്. ഫറഖ്ത ജമാഅതന, നമ്മൾ ഇത്ര സുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വന്നിട്ട് കുഴപ്പമുണ്ടാക്കാണോ മുഹമ്മദ്? ജനങ്ങളെ നിങ്ങൾ കേട്ടോളി, ഞാൻ ഈ പറയുന്ന മുഹമ്മദിന്റെ മൂത്താപ്പയാണ്. നിങ്ങളെക്കാളും അധികം പരിചയമുള്ള ആള്. ഇന്നഹു കസ്സാബുൻ, ഇവൻ കള്ളനാണ്. ഇവൻ പറയുന്നത് കേൾക്കാൻ പറ്റൂല, ഞാൻ വിശ്വസിക്കൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആയിക്കോളീൻ. ഓടി അബൂ ലഹബ്. ഹബീബായ തങ്ങളുടെ നെഞ്ച് തകർന്നു. കാരണം ശബ്ദിച്ചത് സ്വന്തം മൂത്താപ്പയാണ്. എനിക്കും നിങ്ങൾക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. മടിക്കേരി മാർക്കറ്റിന്റെ നടുക്ക് വെച്ചിട്ട് ഒരാൾ നമ്മളെ പറ്റി ഇങ്ങനെ കള്ളനാണ് മറ്റവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 ആൾക്കാരെ മുമ്പിൽ തകരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ വരെ വിശ്വസ്തനാണെന്ന് പറഞ്ഞ ആളുകൾക്കിടയിൽ കദ്ദാബാക്കപ്പെട്ടു, നെഞ്ചിന് കൊണ്ടു. അത് അള്ളാഹ്ക്ക് സഹിച്ചില്ല. ഹബീബായ തങ്ങളുടെ മനസ്സിന് വേദനിച്ചപ്പോഴൊന്നും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വെറുതെ ഇരുന്നിട്ടില്ല. വീട്ടിലേക്ക് പോയി ഖദീജ ബീവിന്റെ അടുത്ത് സങ്കടത്തോടെ ഇരിക്കുമ്പോണ്ട് ആള് വരുന്നു 7 ആകാശത്തിന്റെ അപ്പുറത്തുനിന്ന്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാരൻ ذات ലഹബ വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. കൃത്യമായ വാക്ക്. പക്ഷെ ഈ ആയത്ത് യാഥാർത്ഥ്യമാകുന്നത് 10 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. സഹാബത്തിന്റെ ഈമാൻ നോക്കി നിങ്ങൾ. ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷം അബൂ ലഹബ് പയറുപോലെ പഴയ പോലെ കച്ചവടക്കാരനായി പണക്കാരനായി ജനങ്ങളെ പറ്റിച്ച് അങ്ങനെ തന്നെ ജീവിക്കുന്നുണ്ട്. ഒരു പനി, ഒരു ജലദോഷം, ഒരു തലവേദന അബൂ ലഹബിനില്ല. അതിൻ്റെ ഇടയിൽ എങ്ങാനും അബൂ ലഹബ് മുസ്ലിമായി പോയാൽ ഖുർആൻ കഴിഞ്ഞില്ലേ? ഇല്ല, ഇവൻ ഒരിക്കലും ഇതിലേക്ക് വരൂല എന്നതിന്റെ തെളിവാണ് ഈ ആയത്ത്. അബൂ ലഹബിന്റെ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ഉസ്സന്റെ അടിമ. ഉസ്സ അവരുടെ ദൈവമാണ്. ഒരു മഹാനാണ് ഉസ്സ, ഒരു ഔലിയ. ആ ഔലിയാന്റെ പേരിലേക്ക് ചേർത്തിട്ടുണ്ട് അബ്ദുൽ ഉസ്സ. ഗുലാം നബി എന്നെല്ലാം വെക്കുന്ന പോലെ ഗുലാം നബി, അതല്ലെങ്കിൽ അബ്ദു മനാഫ്. ഇപ്പോഴും ഉണ്ട് മുസ്ലിമുകൾ വെക്കുക അബ്ദു മനാഫ്. എന്താ അർത്ഥം? മനാഫിന്റെ അടിമ. ഗുലാം നബി എന്ന് പറഞ്ഞാൽ നബിന്റെ അടിമ. ഗുലാം അലി ഷിയാക്കൾ വെക്കുന്ന പേരാണ്, അലിന്റെ അടിമ. ഒന്നും വെക്കരുത്, ശിർക്കൻ പേരുകളാണ്. അബ്ദുൽ ഉസ്സ എന്ന പേര് അള്ളാഹു ഖുർആനിൽ പറയാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം അവനും അള്ളാഹുവിന്റെ അടിമയാണ്, ഉസ്സന്റെ അടിമയല്ല. അതുകൊണ്ട് പറഞ്ഞ പേരെന്താ അറിയോ? അബൂ ലഹബ്. എന്താ അർത്ഥം എന്നറിയോ? സുന്ദരൻ. കാരണം അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ ലഹബ് ഭയങ്കര സൗന്ദര്യമുള്ള ആളാണ്. മുഖം ഇങ്ങനെ തളങ്ങി തുടിക്കുന്നു. ഷിർക്കിന്റെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഷിർക്കിന്റെ ആൾക്കാരൊക്കെ അങ്ങനെ ഇങ്ങനെ തുടിക്കുന്ന മനുഷ്യന്മാരാണ്. ആൾക്കാർ അവരെ കാണിച്ചിട്ട് ചോദിക്കും നമ്മളോട്, നിങ്ങളിൽ എന്ത് നിറവുണ്ടാ? ഈമാൻ നൂറില്ലാത്ത മുഖവും വെച്ചിട്ട് തൗഹീദും പ്രസംഗിച്ച് നടക്കുക. നമ്മളെ തങ്ങന്മാരെ നോക്കി എന്ത് രസമുണ്ട് കാണാൻ. ആ മുഖമല്ലൊന്ന് ചൊട്ടി ആ ചോര തെറിക്കുന്ന മുഖം.
നൂറ്, ഈമാനിന്റെ നൂറ്. അബൂലഹബ് തങ്ങളും അങ്ങനെ നൂറുള്ള ആളെന്ന് അള്ളാഹുവാ പറയുന്നത്. മുഖത്ത് നൂറുണ്ടായിട്ടൊന്നും കാര്യമില്ല, മുഖത്തെ രക്തഓട്ടം കൂടിയിട്ടൊന്നും കാര്യമില്ല, മുഖം കണ്ണാടി പോലെ മിനിസായിട്ടും കാര്യമില്ല. ദാ ഇതിന്റെ ഉള്ളിലുണ്ടൊരു സാധനം, ഇത്രയേ ഉള്ളൂ. അലാ വഹിയൽ ഖൽബു, അത് നൂറുള്ളതാവണം, അത് പ്രകാശിക്കണം. അബൂലഹബിന്റെ അപ്പുറത്ത് കരിക്കട്ടയെ തോൽപ്പിക്കുന്ന കറുത്തൊരു മനുഷ്യരുണ്ട്. റബാഹിന്റെ മകൻ ബിലാല്, മക്കത്തെ അടിമപ്പാളയത്തില് ഒരു വിലയുമില്ലാത്ത ബിലാല്, കറുത്ത മനുഷ്യൻ, തിരിച്ച പല്ല് മാത്രമേ കാണൂ. പക്ഷെ ബിലാലിന്റെ ഉള്ളിലുള്ള കൽബുണ്ടല്ലോ, സൂര്യനേക്കാളും പ്രകാശമുള്ള കൽബാണ്. അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവ് തന്നെ കൊടുക്കുകയും ചെയ്തു. അതിന്റെ കൂലി ഇതിന്റെ ഉള്ള അള്ളാഹു പ്രകാശിപ്പിച്ചേരട്ടെ. പണിയെടുക്കേണ്ടത് ഇത് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ്, മുഖം പ്രകാശിക്കാനല്ല. എത്ര പൈസ നമ്മൾ ചെലവാക്കുന്നത്, പെണ്ണുങ്ങളും ആണുങ്ങളും അടക്കം. കാസർഗോഡൊക്കെ ചെറുപ്പക്കാർക്ക് ഇതിന് തന്നെ പൈസ ചെലവാക്കല്. ക്രീം, ആ ക്രീം, ഈ ക്രീം, വെളുത്തിട്ട് പാറാനുള്ള ക്രീം തേച്ച് മിനിക്ക് വെളുപ്പിച്ച്. പ്രിയപ്പെട്ടവരെ, മുഖം വെളുക്കും. ആൾക്കാർ നമ്മളെ കാണുമ്പോൾ പറയും, ഹായ് മാഷാ അല്ലാഹ്, എന്തൊരു സൗന്ദര്യം. ഇതിന്റെ ഉള്ളിൽ കറുത്തവനെ അള്ളാഹു ആട്ടിപ്പായിക്കും. അള്ളാഹു കാക്കട്ടെ. വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തോന്നിവാസികളെ മാറിപ്പോ. അള്ളാഹു നാളെ മഹ്ശറിൽ പറയും, സൂറത്ത് യാസീൻ. അള്ളാഹു കാക്കട്ടെ. അബൂലഹബ് സുന്ദരനാണ്. ആ പേര് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ. ആദ്യം ശാപ പ്രാർത്ഥനയാണ്. വതബ്ബ, അതേ നബിയെ, അവൻ നശിച്ചിരിക്കുന്നു. കാരണം കളിച്ചെന്തിനോട് അറിയോ? തൗഹീദിനോടാണ്. ഓന്റെ കളി അള്ളാഹുവിന്റെ ദാത്തിനോടാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എനിക്ക് പൈസ താന്നല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും താന്നല്ല, ദുനിയാവിന്റെ നേട്ടങ്ങളല്ല. ഇതാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തോടി രക്ഷപ്പെടാം. അതിനെതിരാ ശബ്ദിച്ചത്. അള്ളാഹു പറഞ്ഞു, വതബ്ബ, അവൻ നശിച്ചിരിക്കുന്നു, അവന്റെ പിൻഗാമികളും നശിക്കാനിരിക്കുന്നു. ഒരിക്കലും തോന്നിപ്പോണ്ട. അള്ളാന്റെയും അള്ളാന്റെ റസൂലിനെയും എതിര് പറഞ്ഞും പ്രവർത്തിച്ചും ജീവിക്കുന്ന ആളുകള് ഇങ്ങനെ സുഖലോലുപന്മാരായി ജീവിക്കുമ്പോ എന്ത് ഭായി തോന്നിപ്പോണ്ട. അബൂലഹബ് 10 കൊല്ലം അങ്ങനെ ജീവിച്ചേ. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്കും തെറ്റിദ്ധാരണ വേണ്ട. നമ്മൾ അള്ളാനെ കളിയാക്കി, അള്ളാഹുവിനെ പരിഹസിച്ചു, കുറ്റം പറഞ്ഞു, ചീത്ത പറഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹീഹായ ഹദീസുകളെ തള്ളി നമ്മൾ പുച്ഛിച്ച് എറിഞ്ഞു താടി. എന്നിട്ട് എന്താ ഇപ്പൊ നമുക്ക് സംഭവിച്ചത് എന്ന പിശാച് തോന്നിപ്പിക്കുന്ന തെറ്റിദ്ധാരണ വേണ്ട. അബൂലഹബ് നശിച്ചു നബിയെ. 10 കൊല്ലത്തിന് ശേഷം വരാനുള്ള നാശം ഇന്ന് അല്ലാഹു പറയാൻ. ഒരുപക്ഷെ ഇവർക്കും വരാനിരിക്കുന്നേ ഉള്ളൂ ഈ പറയുന്നതിന്റെയും കളിക്കുന്നതിന്റെയും നാശം. ഇപ്പം തിരിയില്ല. നിങ്ങൾക്ക് റസൂല് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടല്ലോ, പിടിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞാൽ വിട്ടോളിൻ, ഇല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ആയത്ത് വന്നു. അബൂലഹബിന്റെ ചങ്ങായിമാരുണ്ടാവുമല്ലോ, പോയിട്ട് പറഞ്ഞു, തങ്ങളെ ഒരായത്ത് മുഹമ്മദിന്റെ റബ്ബ് അവതരിപ്പിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നശിച്ചു. അബൂലഹബ് ഇങ്ങനെ വയറും കുലുക്കിയിട്ട് ചിരിച്ചു. പറഞ്ഞു, പോവാൻ പറ മുഹമ്മദിനോടും മുഹമ്മദിന്റെ റബ്ബിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആരെയെന്നറിയോ? മക്കത്തെ നേതാവാണ്, കാബയുടെ അധിപനാണ്. എൻ്റെ എത്ര പൈസ ഉണ്ടെന്നറിയോ? ഞാൻ എത്ര വലിയ പൈസക്കാരനാണെന്നറിയോ? എന്നോടാ കളിക്കാൻ വരുന്നത്? അബൂലഹബ് ഇതും പറഞ്ഞിട്ട് ആൾക്കാരെ സന്തോഷിപ്പിച്ചിട്ട് അയച്ചു. ആൾക്കാർക്ക് സമാധാനമായി. ഇതല്ല ശരി തന്നെ, അവർക്കറിയാം. അപ്പൊ തന്നെ ജിബ്രീൽ വന്നു. നബിയെ, അവൻ സമ്പാദിച്ച അവന്റെ സ്വത്തോ അവന്റെ മക്കളോ ഒന്നും അവന് ഉപകാരപ്പെടാൻ പോകുന്നില്ല. ഓരോന്നായിട്ട് ഞാൻ നശിപ്പിക്കാൻ പോവാണ്. അള്ളാഹുവിനോട് കളിക്കരുത് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിനോട് വെല്ലുവിളിക്കാൻ നിൽക്കരുത്, നടക്കൂല. വല്ലാഹു ഗാലിബുൻ അലാ അംരി, അള്ളാഹുവേ ജയിക്കുള്ളൂ, വേറെ ആർക്കും ജയിക്കാൻ കഴിയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, ഇല്ല, അബൂലഹബിന്റെ സ്വത്തോ അവന്റെ മക്കളോ അവന് ഉപകാരപ്പെടൂല. സയസ്ലാ നാറൻ ദാത ലഹബിൻ, ഓന്റെ മുഖം തിളങ്ങുന്നില്ലേ, അതിനേക്കാളും വലിയ തിളക്കമുള്ള നരകത്തിന്റെ തീയിൽ ഞാൻ അവനെ കരിക്കാൻ പോവാണ്. വംറഅതുഹു, ഓന്റെ ഭാര്യ ഉമ്മു ജമീലയും ആ കൂട്ടത്തിലുണ്ടാവും. ഹമ്മാലത്തുൽ ഹതബ്, ഓടെ ജോലി എന്താ അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴിക്ക് മുള്ളും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന
പിന്നെ കല്ലുകളും മരക്കഷ്ണങ്ങളും ഒക്കെ കൊണ്ടയിടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ച് വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ചളിമാരിയിട്ട് എറിയും. ഇതായിരുന്നു ഉമ്മു ജമീലന്റെ ജോലി. നമീമത്തുകാരിയും കൂടിയാണ്, ഏഷണിക്കാരി. അവിടെ പോയിട്ട് ഒന്ന് പറയും, ഇവിടെ പോയിട്ട് മറ്റൊന്ന് പറയും, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വംറഅതുഹു, ഓൻ്റെ ഓളയും ഞാൻ വെറുതെ വിടൂല. ഉലമാക്കൾ പറഞ്ഞു, തൗഹീദിനെതിരെ ശബ്ദിക്കുന്നവനെയും അവന് സഹായിയാകുന്നവരെയും അള്ളാഹു വെറുതെ വിടൂല. അതിന്റെ തെളിവാണ് സൂറത്തുൽ ലഹബ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്, ഓളെ കഴുത്തിലൊരു മാലയുണ്ട്, അതിന് പകരം ഞാൻ നരകത്തിന്റെ മാല വേറെ ഇട്ടുകൊടുക്കുന്നുണ്ട്. ശക്തമായ താക്കീത്. അബൂജഹൽ ചത്തങ്ങനെ അറിയോ? 10 കൊല്ലത്തിന് ശേഷം കഅബാലയത്തിന്റെ മുറ്റത്തിരിക്കുകയാണ്. ബദർ യുദ്ധം ഖുറൈശികൾ തോറ്റ് തുന്നമ്പാടി ആ സങ്കടകരമായ വാർത്ത ഒരുത്തൻ അയാളുടെ ഒട്ടകത്തിന്റെ മൂക്കെല്ലാം ചെത്തി രക്തം ഒലിപ്പിച്ച് ഭയങ്കര ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ച് മക്കത്തേക്ക് വരികയാണ്. ദാ തോറ്റുപോയി, നമുക്ക് നഷ്ടമായി പോയി എന്നും പറഞ്ഞിട്ട് ഇവൻ കഅബാലയത്തിന്റെ മുറ്റത്തിൽ അബൂലഹബും ഒരു ചങ്ങായിയും, ആ ചങ്ങായിന്റെ അടിമയും. ഈ അടിമ മുസ്ലിമാണ്, രഹസ്യാക്കി വെച്ചതാണ്. ഖുറൈശികൾ തോറ്റു എന്ന് കേട്ടപ്പം ഇയാൾക്ക് ആവേശം കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുപോയി. ഇത് അബൂലഹബ് കേട്ടപ്പം ഒരടി കൊടുത്തു ഈ അടിമക്ക്. അബൂലഹബ് അടുത്തിരുന്ന ആള് അടുത്ത് കിട്ടിയ ഒരു കല്ലെടുത്തിട്ട് അബൂലഹബിന്റെ തലക്കൊരടി വെച്ചു കൊടുത്തു. എൻ്റെ അടിമന എൻ്റെ മുമ്പ് തല്ല, നീ ആരെന്ന് ചോദിച്ചിട്ട്. ആ തലയിലെ മുറിവ് വ്രണമായി, അത് ശരീരത്തിൽ വേദനയും പനിയും ഉണ്ടാക്കി. ശരീരം ശോഷിക്കാൻ തുടങ്ങി. ആളുകൾ വന്നു, ചികിത്സിക്കാൻ വൈദ്യന്മാർ വരാൻ തുടങ്ങി. സമ്പാദിച്ച സ്വത്ത് മുഴുവനും വൈദ്യന്മാർക്ക് കൊടുക്കാൻ തുടങ്ങി. മക്കൾ വിട്ടിട്ട് പോയി, പിന്നെ ഭാര്യ ഉമ്മു ജമീലയും വിട്ടിട്ട് പോയി. ആരോരുമില്ലാതെയായി. അബൂലഹബിന്റെ ശരീരം ചീഞ്ഞ് നാറാൻ തുടങ്ങി. മക്കൾക്കാർക്ക് ജീവിക്കാൻ വയ്യ. ആളുകളെല്ലാം കൂടി തീരുമാനിച്ചു, ഈത്തപ്പഴത്തിന്റെ ഓല വെട്ടിക്കൊണ്ടുവന്ന് ചൂടാക്കി അതിലെടുത്ത് കടത്തി ഏതോ മലയിലെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് തള്ളി. ഖലാസ്, അബൂലഹബ് തീർന്നു. എങ്ങനെ മരിച്ചു, എവിടെ ചത്തു, ഇനി വല്ല സിംഹം പിടിച്ച് തിന്നോ, കഴുകന്മാര് വന്ന് തിന്നോ, താരീഖിൽ രേഖകളില്ല. ഇതുകൊണ്ടറിയോ, അള്ളാഹുവിനോട് കളിച്ചവൻ പര്യാവസാനം ഇങ്ങനെയായിരിക്കും. ജാഗ്രത. അള്ളാഹുവിനെ വെല്ലുവിളിച്ചവന്റെ പര്യാവസാനം ഇങ്ങനെയായിരിക്കും. കാണാൻ പോലും കിട്ടൂല, കാണാൻ പോലും കിട്ടൂല. കരയാൻ ആളുണ്ടാവൂല, ഒന്ന് സഹതപിക്കാൻ മുമ്പിൽ ആളുണ്ടാവൂല. നരകിച്ചിട്ട് തീരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ആയത്തും കൂടി അവതരിച്ചു കഴിഞ്ഞപ്പം കൂടെയുള്ള സഹാബാക്കൾക്ക് കുറച്ചും കൂടി ആവേശമായി. റസൂലുള്ളാഹി തങ്ങളുടെ പ്രബോധനം, ദഅവ പരസ്യമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അള്ളാഹു പറഞ്ഞു, ഫസ്ദഅ ബിമാ തുഅ്മർ വഅഅദിദ് അനിൽ മുശ്രിക്കീൻ. നബിയെ, ഞാൻ പറഞ്ഞ കാര്യം കൊണ്ട് മുന്നോട്ട് പോയിക്കോളീൻ, ഇവരെ കാര്യം ഞാൻ നോക്കിക്കോളാം, ധൈര്യത്തോടെ പോയിക്കോളീൻ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പ്രബോധനത്തിന്റെ രൂക്ഷമായ വഴികളായിരുന്നു. അള്ളാഹു താരീഖിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ നന്നാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതം വിലപിടിപ്പുള്ളതാണ്. ജീവിതം വിലപിടിപ്പുള്ളതാണ്. ഇന്നോ നാളെയോ തീരും, അക്കാര്യം ഉറപ്പാണ്. മരണം ഹഖുൽ യഖീനാണ്. അത് വന്ന് പിടികൂടുക. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ആ മലക്കുൽ മൗത്ത് വരാതിരിക്കാൻ വേണ്ടി വലിയ കോട്ട കെട്ടി ഭദ്രമാക്കി അതിൻ്റെ ഉള്ളിൽ കൂടിയാലും സമയമെത്തിയാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുപോകും. അത് പോകുന്നതിന് മുമ്പ് വിലപിടിപ്പുള്ള ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം എന്താ അറിയോ, വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. എൻ്റെ അടുത്തേക്ക് ഇനി നിങ്ങൾ വരിക ഭാര്യമാരോടൊപ്പം, മക്കളോടൊപ്പം, അയൽവാസികളോടൊപ്പം, ചങ്ങായിമാരോടൊപ്പം അല്ലേ, അല്ല, ഒറ്റക്ക്. ഒറ്റക്ക് എനിക്ക് മറുപടിയും തരേണ്ടി വരും. അതിന് മുമ്പ് ജീവിതത്തെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് ഓരോ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോഴും അള്ളാഹുവിനെ പേടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപകടമാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അപകടമാണ്, അപകടമാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കരയേണ്ടി വരും. കണ്ണീര് കൊണ്ടല്ല,
ചോര കൊണ്ട് കരയേണ്ടി വരും, പക്ഷെ പരിഗണിക്കപ്പെടൂല. അള്ളാഹു പറഞ്ഞില്ല യൗമ ഇദിൻ യതദക്കറുൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ദിവസം വരാൻ പോവാണ്. വഅന്നാ ലഹു ദിക്റ, ഇനി ചിന്തിച്ചിട്ട് എന്താ കാര്യം, ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം, എനിക്കൊന്ന് തിരിച്ചുതാ, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, നന്നായിട്ട് വരാം എന്ന് പറയും, ഓരോ മനുഷ്യന്മാരും പറയും. അള്ളാഹു പറഞ്ഞു പറഞ്ഞിട്ടെന്ത് കാര്യം, ഇനി തിരിച്ചു വരവില്ല, ഇനി യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള പോക്കാണ്. അതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ നന്നാവണം. തെറ്റുകളെല്ലാരും ചെയ്യും, അത് മനുഷ്യ സഹജമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണ്? അൽ ഖത്താഊൻ, തെറ്റ് ചെയ്യുന്നവരാണ്. അയാൾക്കും തെറ്റ് ചെയ്യണമെന്നല്ല, ചെയ്തു പോകും മനുഷ്യന്മാർ. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ തൗബയെ അതിനോടൊപ്പം ചേർക്കുന്നവരാണ്. അവിനാശി ചിലപ്പോൾ ശൈത്താൻ പറയും ചെയ്തോ, പിന്നെ തൗബ ചെയ്യാം, പിന്നെ തൗബ ചെയ്യാൻ പറ്റുന്നതിന് മുമ്പെങ്ങാനും പോവേണ്ടി വന്നാൽ തീരും. ഇസ്തിഗ്ഫാറിനെ ലാസിമാക്കണം, വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ജീവിതത്തിന് അർത്ഥം ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ശേഷമുള്ള ക്ലാസ് ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കുറച്ച് പറയാനുണ്ട്, പങ്കെടുക്കും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. അലാ വ ഇന്ന അല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ വ അമറക്കും ബിസ്സലാത്തി വസ്സലാമി അലാ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين، وعن الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وانصر الإسلام والمسلمين، وانصر المجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.